എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാം. എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. കാരണം സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ ബാങ്കിനെ വിശ്വസിക്കുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ വിശ്വസിക്കുന്നു. നമ്മുടെ ലോൺ തുകകൾ അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങൾ, നമ്മുടെ ക്രയവിക്രയങ്ങൾക്കുള്ള അക്കൗണ്ടുകളെല്ലാം ഈ ബാങ്ക് അക്കൗണ്ടിനെ ആശ്രയിച്ചാണ്. നമ്മുടെ ഒരു വിശ്വാസം ഉണ്ട് അതിൽ, അല്ലേ? ഇത് ബാങ്ക്, ഓരോ ബാങ്കും അത് സുരക്ഷിതമായിട്ട് സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കഥ വേറെ സംഭവമാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു. എന്താണത്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കും. നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിലെ മാനേജർ പറയുന്നു, ഞങ്ങളുടെ ഹെഡ് ഓഫീസായിട്ട് ബന്ധപ്പെടണം. ഹെഡ് ഓഫീസായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഹെഡ് ഓഫീസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്നു, നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴാണ് നിങ്ങൾ സംഭവം അറിയുന്നത് നിസ്സാര സംഭവമല്ല. അങ്ങനെ ചാലക്കുടിയിൽ കുറേ പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസായി. ഈ ഫ്രീസായി എന്ന് പറയുന്നത് എന്താ സംഭവം എന്നറിയോ? അതായത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി ഏതെങ്കിലും ഒരാൾ ബാങ്ക് അക്കൗണ്ട് വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇരുന്ന് സ്വീകരിക്കുന്നു. അയാൾ ആ ബാങ്ക് അക്കൗണ്ടിലെ പണം വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് 2-3 ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ആൾ പതുക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി അയാളുടെ പണം ആയിട്ട് ചാലക്കുടിയിൽ വരുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറി ഗൂഗിൾ പേ വഴിയോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കഴിഞ്ഞു. ഇതാണ് സംഭവം. ഇത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോൺ തുകകളോ മറ്റു കാര്യങ്ങളോ 10, 15, 20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടാവും. അത് അവിടെ കിടക്കും, പണി കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംഭവം തീർക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ മേടിക്കണം, ഒരു 19,000 രൂപ ചിലവുണ്ട്. എന്തു ചെയ്യും? കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 3:30 ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. എനിക്ക് അവിടെ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഹെഡ് ഓഫീസിലെ മെസ്സേജ് പ്രകാരം നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുന്നതാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയും വേഗം ബാങ്കിൽ വന്നാൽ അവിടുന്ന് അതിൻ്റെ ഡീറ്റെയിൽ തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ എനിക്കൊരു അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ എഴുതി തന്നു. സൈബർ പോലീസായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ കണ്ട് ഒരു കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ മേടിക്കാനാണ് ബാങ്ക് അധികാരികൾ എന്നോട് പറഞ്ഞത്. ഞാൻ സൈബർ പോലീസായി ബന്ധപ്പെട്ടപ്പോൾ അവർ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്തപ്പോൾ ആഗ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം എനിക്കെതിരെ എൻ്റെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇത് ഫ്രീസ് ചെയ്തേക്കണേ. ലെവൽ 3 നിങ്ങൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫോൺ നമ്പർ എനിക്ക് എഴുതി തന്നു. ഈ ഫോൺ നമ്പർ ആഗ്ര പോലീസ് സ്റ്റേഷൻ. ഇല്ല, ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ആണ് പോയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലാണ് ഈ ഡീറ്റെയിൽ തന്നത്. ആഗ്ര പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു QR കോഡ് അയച്ചു തരാം, അതിൽ 2 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഫ്രീസിങ് മാറ്റി തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും പോയില്ല. വക്കീൽമാരെയും അവരുമൊക്കെ ബന്ധപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് ഹൈക്കോടതി പോയി സ്റ്റേ മേടിക്കണം. ഇത് കണ്ടമാനം ആളുകൾക്ക് ഇതേപോലുള്ള കേസുകൾ വരുന്നുണ്ട്. ഹൈക്കോടതി പോയി സ്റ്റേ മേടിക്കാൻ നല്ല കാശ് വരും. 42,000 രൂപ പറഞ്ഞ. അത് കഴിഞ്ഞ് ഞാൻ തിങ്കളാഴ്ച ബാങ്കിൽ ചെന്നു, പരാതിയായിട്ട് ബാങ്കിൽ കൊടുത്തു. ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്തു, സോണൽ ഓഫീസിലേക്ക് മെയിൽ ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടാണ് ഈ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് ആഗ്രഹമായിട്ട് ഒരു ബന്ധമില്ല. ഒരു പെറ്റി കേസ് പോലും ഈ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എനിക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എത്രയും വേഗം ഈ ഫ്രീസിങ് മാറ്റി എൻ്റെ അക്കൗണ്ട് ലൈവാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞ് അവിടെ പരാതി കൊടുത്തു. 3-4 ദിവസം അവർ മെനക്കെട്ട് നിന്ന് എൻ്റെ ഫ്രീസിങ് മാറ്റി. പക്ഷെ എനിക്ക് അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, കണ്ടമാനം ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു തട്ടിപ്പിൽ പെട്ട് അവരെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തുണ്ട് വക്കീൽ, ആളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞു, ഇത് ഒരു പൊതു താല്പര്യ ഹർജി പോലെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ, ഇതിൽ തട്ടിപ്പിൽ ഇരയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നീങ്ങാം. എൻ്റെ ഫ്രീസിങ് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇത് ചേട്ടൻ എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്യാനായിട്ട് അവർ പറയണ ഒരു സംഭവം എന്താണ് ഇതിന്റെ ഒരു കാര്യം? ഞാൻ ആഗ്രഹമായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ല, ആഗ്രയിലുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അൺഅക്കൗണ്ടഡ് മണി വന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വേറെ അക്കൗണ്ടിലേക്ക് സെക്കൻഡറി ഒരാൾക്ക് വന്നു. അവിടെ നിന്നാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്നത് 1350 രൂപ വന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 1350 രൂപ. അതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തേക്കണേ. വന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞ ഡേറ്റിൽ ഒരു 1350 രൂപയ്ക്ക് ഞാനൊരു ബാറ്ററി വിറ്റുണ്ട്. ആ എമൗണ്ട് ആണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തന്നേക്കണ ഡോക്യുമെന്റ് വെച്ച് ഒരു 10-25 അക്കൗണ്ടുകൾ ഇതേപോലെ ഫ്രീസ് ചെയ്യപ്പെട്ടതായിട്ട് ഈ കാണുന്ന രേഖകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഒരു തട്ടിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ആർക്കും വേണമെങ്കിലും വരാം, 100 വരാം ഈ സംഭവം, ഇനി ലക്ഷങ്ങളുള്ളവനും വരാം ഈ സംഭവം. ബാങ്കിനാണ് ഉത്തരവാദിത്തം. അല്ല, ഞാനത് പ്രകാരമാണ് ബാങ്കിനെ നിർബന്ധിച്ച് എൻ്റെ അക്കൗണ്ട് ബാങ്കിനെ വിചാരിച്ചത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബാങ്ക് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് വേറെ ഇതുകളൊന്നും ഇല്ലല്ലോ, വേറെ ആരായിട്ടും നമുക്ക് ഒരു ഡീലിങ്സ് ഇല്ല. കണ്ടമാനം ആളുകൾക്ക് ഇത് പറ്റിയിട്ടുണ്ട്. ആരും മിണ്ടാത്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായപ്പോഴാണ്
ഞാൻ ജെഫൈസ് ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂവിന് വരാൻ തന്നെ കാരണം ഉണ്ടായത്. ഇതുപോലെയുള്ള സമാന രീതിയിൽ ഫ്രീസ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളുള്ള ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രത്യേകം കേസ് കൊടുക്കുകയും മറ്റു കാര്യങ്ങളോ ചെയ്താലാണ് ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക? നമുക്കറിയോ ഏതെങ്കിലും അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തി ആണോ നമ്മുടെ മുന്നിൽ സാധനം മേടിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? കള്ളപ്പണം വെളുപ്പിക്കാനോ ഒക്കെ ഉള്ള ആളാന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ അവിടെ വന്ന് പണം നിക്ഷേപിക്കുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതോടെ കഴിഞ്ഞു. ഇതിൽ ബാങ്കിന് നമ്മൾ എവിടെ നിന്ന് അക്കൗണ്ട് എടുക്കുന്ന ബാങ്കിന് ഒരു ഉത്തരവാദിത്തമില്ലേ? ആ ബാങ്കാണ് ഇതിൽ ഇടപെടേണ്ടത്. അല്ലാണ്ട് നമ്മളോട് പറഞ്ഞ് ഹൈക്കോടതി പൊക്കോളെന്ന് പറയാണോ ചെയ്യേണ്ടത്? ഒരുപാട് പേർക്ക് ചാലക്കുടിയിൽ ഇതുപോലെ അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടുണ്ടെന്ന്. പല സ്ഥലങ്ങളും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം 10 ലക്ഷം അങ്ങനെ നിരവധി പണങ്ങൾ. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായ ഒരു കച്ചവടക്കാരൻ, ആ ചേട്ടൻ ധൈര്യസമേതം ഇതിനായിട്ട് ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഫ്രീസിങ് പരിപാടി അദ്ദേഹം തന്നെ സ്വയം മാറ്റിയെടുത്തു. ചിലപ്പോൾ ഇത് 2 ലക്ഷം രൂപ കൊടുത്ത് അവസാനിപ്പിക്കാമെന്നോ അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടാവുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഈ ചേട്ടൻ, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് വിഷയത്തിൽ ഇടപെട്ടോട് അതുകൊണ്ട് തന്നെ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫ്രീസിങ് പരിപാടി മാറി. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചാലക്കുടിയിൽ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ ഇതുപോലെ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടനായിട്ട് ഒന്ന് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേസ് മറ്റു കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് ഗുണം ചെയ്യുന്നതായിരിക്കും. ഈ വിഷയത്തിൽ ബാങ്ക് അധികൃതരും ഗവൺമെൻറ്റും ഒരു ഇടപെടൽ നടത്തണം. പെട്ടെന്ന് ഒരു അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന പൈസ ഒന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്ന് എന്ത് ചെയ്യും?